അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആലോചിക്കുമ്പോൾ കച്ചവടമൊന്നും ഒഴിവാക്കാനൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റൂല. ഒറ്റയടിക്ക് കച്ചവടം ഒഴിവാക്കി കുത്തിരുന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ആളുകളും ഓരോ കാറ്റഗറിയിലാണ്. ഓരോരുത്തർക്കും അനുസരിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. എല്ലാ ആൾക്കാർക്കും ഒരേ മാതിരിയല്ലല്ലോ. ചില ആൾക്കാരോട് ഇപ്പോൾ പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും, പണിക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ ആൾക്കാർ രണ്ടും ഉണ്ടാവും. ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത് ഇങ്ങനെ രണ്ട് നിലക്കുണ്ട്. ചില ആളുകളോടൊക്കെ ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ പാടില്ല, ആരോടും സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം തർബിയത്ത് ചെയ്ത ആളുകളുണ്ട്. അതേസമയം എന്തെങ്കിലും ചെറിയ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അവിടെ എന്ത് ചെയ്യണമെന്ന് പഠിച്ചവനോട് ചോദിക്കണമെന്ന് അങ്ങനെ പറഞ്ഞ ആൾക്കാർ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരുടെ ആ സൗകര്യം, ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് അവരോട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒന്ന് മാറ്റത്തിന് തയ്യാറാവണം. മാറ്റത്തിന് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ബന്ധം അത് ശക്തിപ്പെടുത്തണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ അതേമാതിരി തന്നെ പോയിക്കോട്ടെ, അതിൽ മാറിയിട്ട് നമ്മളൊന്നും നേരാവണം. മനസ്സതിന്ന് മാറ്റിയിട്ട് സംഗതി അങ്ങനെ നടന്നോളുമല്ലോ. ആരവ കച്ചവടം ചെയ്യാത്ത ആൾക്കാർ? കുട്ടിമൂല്യരെ പറ്റി കേട്ടിട്ടില്ല? വലിയ മഹാനായിരുന്നല്ലോ, സൂഫിയായിരുന്നു. അവർക്കെന്താ കച്ചവടം ഉണ്ടായിരുന്നു, തേങ്ങാ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നതാണ്. കുട്ടിമൂല്യരുന്നുണ്ട്. ഇപ്പോഴത്തെ ആളില്ല, ഒരു 100 കൊല്ലം മുമ്പത്തെ ആളാണ്. പിന്നെ നമ്മുടെ കണ്ണിയത്ത് ഉസ്താദിന് ഇതേപോലെ തന്നെ എന്തുണ്ടായിരുന്നു, മരക്കച്ചവടം ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെ ഈ പഴയ കാലത്തുള്ള വലിയ ഔലിയാക്കളായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ എന്തെങ്കിലും ഒരു കച്ചവടമോ ബിസിനസ്സൊക്കെ അവർക്കുണ്ട്. അതൊന്നും ആരും ഒഴിവാക്കിയിട്ടൊന്നുമില്ല.